ഹലോ ഗൈസ്, സൈലന്റ് എഫ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ്റ്റൺ വില്ല വേഴ്സസ് ആഴ്സണൽ പോസ്റ്റ് മാച്ച് അനാലിസിസ് ആണ്. സോ നല്ലൊരു ബിൽഡപ്പ് കിട്ടിയ ഒരു മാച്ച് ആയിരുന്നു സീസണിന്റെ ആദ്യമേ തന്നെ. മിക്കേൽ ആർട്ടറ്റ വേഴ്സസ് ഉനൈ എമറി. മത്സരത്തിന്റെ അവസാനം 2-0 ആഴ്സണൽ ആസ്റ്റൺ വില്ലയെ തകർത്തു വിട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിന്റെ കടം തീർക്കാനായി ആസ്റ്റൺ വില്ലയിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു ബിൽഡപ്പ് മാച്ചിന്റെ. കാരണം കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ലയോട് 2 മത്സരവും തോൽവി ഏറ്റുവാങ്ങാനാണ് ആർട്ടറ്റയ്ക്കും സംഘത്തിനും കഴിഞ്ഞത്. അതിൽ പറയേണ്ടത് അവസാനത്തെ മത്സരം എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആഴ്സണലിന്റെ ഹോം മാച്ചിൽ ടൈറ്റിൽ റേസിന്റെ അവസാന ഘട്ടങ്ങളിലായിരുന്നു അത്. ആ മത്സരത്തിലും അപ്രതീക്ഷിത തോൽവി ആസ്റ്റൺ വില്ലയോട് ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് അവരെ ടൈറ്റിൽ റേസിൽ നിന്ന് പിറകോട്ട് വലിച്ചത്. സോ ഒരു പെർഫെക്റ്റ് ബിൽഡപ്പ് തന്നെ കിട്ടിയൊരു മാച്ചായിരുന്നു അത്. മാച്ചും ഒട്ടും നിരാശപ്പെടുത്തിയില്ല. നല്ല ഹൈ സ്പിരിറ്റഡ് ഗെയിം തന്നെയായിരുന്നു. നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ രണ്ട് ടീമും കളിച്ചു. സോ ഫസ്റ്റ് തന്നെ ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്കേൽ ആർട്ടറ്റ അദ്ദേഹത്തിന്റെ സ്ഥിരം ഫോർമേഷനായ 4-3-3 തന്നെയാണ് ടീമിനെ അണിനിരത്തിയത്. വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും ടീമിൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ ആസ്റ്റൺ വില്ലയുടെ കോച്ച് ഉനൈ എമറി ടീമിനെ അണിനിരത്തിയത് ഒരു 4-4-2 ഫോർമേഷനിലാണ്. ഇനി മാച്ചിന്റെ ടീം പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ആഴ്സണൽ ഒരു കൺസ്ട്രക്റ്റീവ് അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിച്ചത്. പക്ഷെ മറുവശത്ത് ആസ്റ്റൺ വില്ല കുറച്ചും കൂടി റിയാക്റ്റീവ് ടൈപ്പ് ആയിരുന്നു. അതായത് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിക്കുന്നത്. കൂടുതൽ പാസുകളും പൊസിഷനും എല്ലാം ആഴ്സണലിന്റെ കയ്യിലായിരുന്നു. പക്ഷേ അറ്റാക്കിംഗ് ത്രെറ്റ്സ് ഉണ്ടാക്കുന്നതിൽ ആസ്റ്റൺ വില്ല ഒട്ടും പിറകിലായിരുന്നില്ല. മിസ് ചെയ്ത ഗോൾഡൻ ചാൻസസ് കൂടുതലും ആസ്റ്റൺ വില്ലയ്ക്ക് തന്നെയാണ് കിട്ടിയത്. സോ ഇറ്റ് വാസ് എ സീറ്റഡ് ത്രില്ലർ. നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാത്ത ഒരു 90 മിനിറ്റ്സ് തന്നെയായിരുന്നു മാച്ച്. സോ ഇനി ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ കളിയുടെ ആരംഭത്തിൽ തന്നെ ആസ്റ്റൺ വില്ലയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി കൺസേൺ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പ്ലെയർ ക്യാഷ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ടായി പോകേണ്ടി വന്നു കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ. അതിനുശേഷം 15-16 മിനിറ്റോട് കൂടി തന്നെ ആഴ്സണൽ അവരുടെ ഫസ്റ്റ് ഷോട്ട് പായിച്ചു. വിങ്ങർ ബുക്കായോ സാക്ക തന്നെയാണ് അത് തുടങ്ങി വെച്ചത്. ബോക്സിനുള്ളിലേക്ക് കട്ട് ചെയ്ത് കയറി ലെഫ്റ്റ് ഫുട്ടർ കൊണ്ട് ഒരു സിഗ്നേച്ചർ ഷോട്ട്. പക്ഷെ അത് ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് അത് തടുക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട് ആസ്റ്റൺ വില്ലയെ. അതിനുശേഷം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആസ്റ്റൺ വില്ലയ്ക്കാണ്. 25 മിനിറ്റോടെ അടുക്കുമ്പോൾ ഒരു ഗോൾ കീപ്പർ മാത്രം പോസ്റ്റിൽ നിൽക്കുന്ന ഒരു ഓപ്പൺ സ്പേസായി വാറ്റ്കിൻസ് അവരുടെ ഫോർവേഡ് സ്ട്രൈക്കറിന് ഒരു അവസരം കിട്ടിയതാണ്. അതൊരു ഡിഫൻസീവ് എററിൽ നിന്ന് വന്ന ഗബ്രിയലിന്റെ ഡിഫൻസീവ് എററിൽ നിന്ന് കിട്ടിയ അവസരമായിരുന്നു. പക്ഷെ അദ്ദേഹം അടിക്കുന്ന അടി പോസ്റ്റിന് പുറത്തേക്കാണ് പോകുന്നത്. സോ ഇറ്റ് വാസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ആ ഒരു ഗോൾ സ്കോർ ചെയ്തതിൽ മേ ബി ആസ്റ്റൺ വില്ല ആദ്യമേ കളിയിൽ അവരുടെ ആധിപത്യം ഉണ്ടാക്കിയെടുത്തേനെ. പക്ഷെ അദ്ദേഹത്തിന് മിസ്സാവുന്നു. അതിനുശേഷം മാച്ച് അറ്റാക്കിംഗ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് ആഴ്സണലിന്റെ സൈഡിൽ നിന്നും. വിൻസിക്കോടുള്ള അറ്റാക്ക് വളരെ നന്നായി അവർ പ്രോഗ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വരെ കംപ്ലീറ്റ്ലി 100% സക്സസ്ഫുൾ ആയെന്ന് ഞാൻ ഒരിക്കലും അറിയില്ല. പക്ഷെ ഒരു പരിധി വരെ ബോക്സിന്റെ എഡ്ജിലെത്തുമ്പോൾ അവരെ ഒന്ന് ചലഞ്ച് ചെയ്ത് നിർത്താൻ ആസ്റ്റൺ വില്ലയുടെ ഡിഫൻഡേഴ്സിന് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ ഓഡെഗാർഡ്, ബുക്കായോ സാക്ക, തോമസ് പാർട്ടി എല്ലാവരും ഒരു ട്രയാങ്കിൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ 3-4 പ്ലേയേഴ്സിനെ ഡിപ്ലോയ് ചെയ്ത് അവരുടെ ആ ഒരു മൂവ്മെന്റിന്റെ ഫ്ലോ ഒന്ന് ചെറുക്കാൻ ആസ്റ്റൺ വില്ലയുടെ ഡിഫൻഡേഴ്സിന് അല്ലെങ്കിൽ പ്ലേയേഴ്സിന് കഴിഞ്ഞിരുന്നു. സോ അതേപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിലായാലും മാർട്ടിനെല്ലിയുടെ അറ്റാക്സിനെയും ചലഞ്ച് ഇല്ലാതെ ഫ്രീ ഫാളായി പോകാനായിട്ട് അവരധികം സമ്മതിച്ചിട്ടില്ലായിരുന്നു. ക്രോസസ് വന്നിരുന്നു ബോക്സിലേക്ക്, പക്ഷെ അതും സെൻട്രൽ സ്ട്രൈക്കിങ്ങിലുള്ള പ്ലേയേഴ്സിന് അത്ര ഗംഭീരമായ ഒരു അവസരങ്ങളായി ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ഫസ്റ്റ് ഹാഫിൽ വേറെ വലിയ അത്ഭുതങ്ങൾ ഒന്നും നടക്കാതെ സ്കോർ ലൈൻ 0-0 തന്നെ അവസാനിച്ചു പോവുകയായിരുന്നു. ഇനി സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ ഒരു നല്ല ക്ലോസ് ഗെയിം ആയിരുന്നു എല്ലാ ടീംസും തമ്മിൽ. അതിൽ 54ാമത്തെ മിനിറ്റിൽ ആസ്റ്റൺ വില്ലയ്ക്ക് അവരുടെ നെക്സ്റ്റ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഡിഫൻഡറിന്റെ കാലിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയി പോകുന്ന ഒരു ഷോട്ട് അഡ്വാൻസ് ആയി നിൽക്കുന്ന ആഴ്സണൽ ഗോൾ കീപ്പർ ഡേവിഡ് റായയുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്നു. ഡേവിഡ് റായ ആ ബോളിന് വേണ്ടി ബാക്ക് ഡൈവ് ചെയ്യുന്നു. ബോൾ ബാറിൽ തട്ടി തിരിച്ച് അറ്റാക്കറിന്റെ ഭാഗത്തേക്ക് തന്നെ വരുന്നു. അറ്റാക്കർ വാറ്റ്കിൻസ് തന്നെയായിരുന്നു. വാറ്റ്കിൻസ് അദ്ദേഹത്തിന്റെ ഒരു റണ്ണിങ് ഹെഡർ, പവർഫുൾ ഹെഡർ ആയിരുന്നു. അത് ഡേവിഡ് റായ പോസ്റ്റിനും അകത്ത് വീണ് കിടക്കുന്ന കീപ്പർ പോസ്റ്റിന് പുറത്തേക്ക് ഡൈവ് ചെയ്ത് തട്ടി അകറ്റി ആഴ്സണലിനെ സേവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സോ റാംസ്ഡെയിലിന് പകരക്കാരനായി എന്തുകൊണ്ടും താൻ ഒരു അപ്ഗ്രേഡ് തന്നെയാണ് എന്ന് അടിവരയിടുന്ന ഒരു പെർഫോമൻസ് ആണ് ഡേവിഡ് റായ കാഴ്ചവെച്ചത് ഇന്നലത്തെ ഗെയിമിൽ. ഇനി അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആസ്റ്റൺ വില്ലയുടെ ഭാഗത്ത് നിന്ന് കൗണ്ടർ അറ്റാക്സ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനൊരു ക്ലിനിക്കൽ ഫിനിഷ് കൊടുക്കാൻ അവർക്ക് കഴിയാതെ വരുന്നതാണ് കാണുന്നത്.
ഇനി അങ്ങനെ 63-ാമത്തെ മിനിറ്റിൽ 65-ാമത്തെ മിനിറ്റിൽ ലിനാർഡോ ട്രൊസാർഡിന്റെ വരവാണ്. സബ്സ്റ്റിറ്റ്യൂട്ടായി ലെഫ്റ്റ് വിംഗറായ മാർട്ടിനെല്ലിയെ മാറ്റി ലിനാർഡോ ട്രൊസാർഡ് വരികയാണ് ആഴ്സണൽ ടീമിൽ. 67-ാമത്തെ മിനിറ്റിൽ ട്രൊസാർഡ് ആഴ്സണലിന്റെ ഓപ്പണിംഗ് ഗോൾ നേടുകയും ചെയ്യുന്നുണ്ട്. റൈറ്റ് വിംഗിൽ അഡ്വാൻസ് ആയി പോയിരുന്ന ബോൾ ബുക്കായോ സാക്ക ടച്ച് ലൈനിന്റെ തൊട്ടടുത്ത് വെച്ച് ഡയഗണലി ഒരു ബാക്ക് ക്രോസ് കൊടുക്കുകയും കൈ ഹാവേർട്സ് ആയിരുന്നു ടാർഗറ്റഡ് മാൻ. പക്ഷേ അദ്ദേഹം ചലഞ്ചഡ് ആവുകയും അദ്ദേഹത്തിന് അത് ഡിഫ്ലക്റ്റ് ആയി പോവുകയും തൊട്ട് പിറകെ ഓടി വരുന്ന ലിനാർഡോ ട്രൊസാർഡ് ഫസ്റ്റ് ടൈം ഷോട്ട്, ഗംഭീരമായ ഒരു ഗ്രൗണ്ട് പവർഫുൾ ഷോട്ട് നേടി വലയിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. എമിലിയാനോ മാർട്ടിനസ് ബീറ്റൺ ആവുകയാണ്. അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ അധികം ഒന്നും ചെയ്യാണ്ടായെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആഴ്സണൽ 1-0 എന്നുള്ള സ്കോർ ലെവലിലേക്ക് എത്തുന്നു. കളിയുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ കളിയുടെ ഒരു ലീഡ്, ഇത്രയും ക്ലോസ് ആയ ഒരു ഗെയിമിൽ ലീഡ് എടുത്ത് ആഴ്സണൽ അങ്ങനെ ഒരു ഡോമിനന്റ് പൊസിഷനിൽ എത്തുന്നു. പിന്നെയും 10 മിനിറ്റിന് ശേഷം 77-ാമത്തെ മിനിറ്റിൽ തോമസ് പാർട്ടയുടെ വക, ഡിഫൻസീവ് മിഡ്ഫീൽഡറായ തോമസ് പാർട്ടയുടെ വക ആഴ്സണലിന്റെ 2ാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു. അതിനും കാരണക്കാരൻ ബുക്കായോ സാക്ക തന്നെയാണ്. ബുക്കായോ സാക്ക വെച്ച് കൊടുക്കുന്ന ഒരു ഡയഗണൽ ഔട്ട് ബോക്സിന് പുറത്തേക്കുള്ള ഒരു പാസിൽ ഫസ്റ്റ് ടൈം ഷോട്ട് തോമസ് പാർട്ടി എടുക്കുന്നു. പക്ഷെ ഈ ഷോട്ട് ആസ്റ്റൺ വില്ല ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിന് നേരത്തെ ഷോട്ടിന്റെ അത്രയും ഹെൽപ്ലെസ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ റീച്ചിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ തട്ടിയാണ് അകത്തേക്ക് കയറുന്നത്. ബട്ട് നിർഭാഗ്യം. അങ്ങനെ ആഴ്സണൽ 2-0 ലീഡിലെത്തുന്നു. 3-0 പോകേണ്ടതാണ്. പക്ഷെ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആഴ്സണൽ ക്യാപ്റ്റനായ ഓഡെഗാർഡ് വേസ്റ്റ് ചെയ്യുന്നു. അടിക്കുന്നത് നേരെ ബാറിന് മുകളിൽ കൂടെ എയറിലേക്കാണ് പോകുന്നത്. മാച്ചിലുടനീളം ആസ്റ്റൺ വില്ല അവരുടെ കൗണ്ടർ അറ്റാക്സ് ഒരുപാട് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും ഒരു ക്ലിനിക്കൽ ഫിനിഷിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയാതെ വന്നതാണ് മാച്ചിൽ അവരെ പരാജയപ്പെടുത്തിയത്. കാരണം ഇപ്പം ആദ്യത്തെ 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് അതിൽ ഏതെങ്കിലും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവർ കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ കൂടി മാച്ചിന്റെ ഒരു ടെമ്പോ മാറുമായിരുന്നു. പക്ഷെ നിർഭാഗ്യം അവർക്കത് കഴിഞ്ഞില്ല. പിന്നെ പറയുകയാണെങ്കിൽ ആഴ്സണലും ഗോൾ ഡിസിപ്ലിൻ, ഡിഫെൻസീവ് ഡിസിപ്ലിൻ അത്യാവശ്യം കീപ്പപ്പ് ചെയ്ത് തന്നെയാണ് കളിച്ചത്. അവരുടെ സെന്റർ ബാക്ക് ഡ്യൂ ആയ ഗബ്രിയേലും സാലിബയും ഗ്രേറ്റ് പെർഫോമൻസ് തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. എസ്പെഷ്യലി സാലിബ ഒരു വളരെ നല്ല രീതിയിൽ ചലഞ്ചുകൾ ചെയ്യുക, വിത്തൗട്ട് ഗോയിങ് ഫോർ ദ പ്ലെയർ, ജസ്റ്റ് ഗോയിങ് ഫോർ ദ ബോൾ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിരുന്നു ടീമിന് വേണ്ടി. നല്ല നല്ല റിക്കവറീസ് ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആഴ്സണലിന്റെ ഒരു വീക്ക് ലിങ്ക് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അതൊരു എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കാം, തോമസ് പാർട്ടയുടെ പെർഫോമൻസ് ആണ്. അദ്ദേഹം ഗോൾ സ്കോററാണ്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ബിൽഡപ്പിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പന്തുകൾ 2-3 വട്ടം ആസ്റ്റൺ വില്ല പ്ലേയേഴ്സിന് റാഞ്ചാൻ കഴിഞ്ഞു എന്നുള്ളതൊരു കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ഹൈലൈൻ കളിക്കുന്ന ഒരു ടീമാണ് ആഴ്സണൽ. സോ ഹൈലൈൻ എന്ന് പറഞ്ഞാൽ വെരി ഹൈലൈൻ, അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് വെരി ഹൈലൈനാണ് കീപ്പ് ചെയ്യുന്നത് ആഴ്സണൽ. സോ അങ്ങനെ ഒരു ടൈമിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ കയ്യിൽ നിന്ന് പന്ത്, അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് കൊണ്ട് പന്ത് എതിർ ടീമിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ആസ്റ്റൺ വില്ല പോലെ ഒരു ടീമിന്റെ കയ്യിൽ കൗണ്ടർ അറ്റാക്കിങ്ങിന് നിരവധി പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമിൽ അങ്ങനെ ഒരു അവസരം വിട്ടുകൊടുക്കുന്നത് തികച്ചും ആപത്താണ് ടീമിന്. സോ അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ്, ഇതിനെപ്പറ്റി ചെറിയൊരു നെഗറ്റീവായിട്ടൊരു ഇംപ്രഷൻ ഉണ്ട് എനിക്ക്. മറ്റുള്ള കളിക്കാരെല്ലാം അത്യാവശ്യം നന്നായി തന്നെയാണ് കളിച്ചു വരുന്നത്. അവരുടെ അറ്റാക്കിംഗ് യൂണിറ്റ് ആയാലും ഡിഫൻസീവ് യൂണിറ്റ് ആയാലും ഗോൾ കീപ്പിംഗ് യൂണിറ്റ് ആയാലും എല്ലാം ടോപ്പ് നോച്ച് തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആസ്റ്റൺ വില്ല ഇതേപോലെ അവരുടെ അറ്റാക്കിംഗ് ആറ്റിറ്റ്യൂഡ് കീപ്പപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ വലിയ ടീമുകൾക്കെതിരെ ഒരു ത്രെറ്റായി മാറാനുള്ള ചാൻസ്, ഇപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ആസ്റ്റൺ വില്ല ആഴ്സണലിന്റെ കിരീട പ്രതീക്ഷകൾ തകർത്തെറിഞ്ഞ പോലെ ഇത്തവണയും നല്ലൊരു വില്ലൻ റോൾ കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. സോ ആസ്റ്റൺ വില്ല ആഴ്സണൽ മാച്ചിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ചാനലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുമ്പോഴാണ് മറ്റുള്ള ഓഡിയൻസിലേക്ക് ഈ യൂട്യൂബ് അൽഗോരിതം വഴി ഈ വീഡിയോസ് റെക്കമെൻഡേഷനായി ചെല്ലുകയുള്ളൂ. സോ ചാനലിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് ആണ്. സോ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തേണ്ടത് ചാനലിന് ഒരു അനിവാര്യതയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഫുട്ബോൾ കണ്ടന്റ്സ് എല്ലാം ഇനിയും കിട്ടണം അല്ലെങ്കിൽ ഇനിയും റെഗുലറായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ താഴെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലേക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സ്, ആഴ്സണൽ ഫാൻസ് ഒക്കെ ഉണ്ടാവും ഒരുപാട് പേര്, അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.